അബ്ദുൾ റഷീദ് കൂടി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്ന ഇന്നത്തെ ഈ വാർത്താ പ്രഭാതത്തിന്റെ തുടക്കത്തിൽ ആശ്വാസകരമായ വാർത്തകളൊന്നും വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുന്നു. ജമ്മു കാശ്മീർ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത ഷെല്ലിംഗ് ആയിരുന്നുവെങ്കിൽ ഇന്ന് പുലർച്ചയോടുകൂടിയ പാകിസ്ഥാൻ അവരുടെ ഓപ്പറേഷന്റെ ഒരു സ്വഭാവം മാറ്റിയിരിക്കുന്നു. ഡ്രോൺ ആക്രമണം, ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഇന്ത്യയിലേക്ക് വർഷിക്കുന്ന ഒരു നിലയാണ് ഇപ്പോഴുള്ളത്. അതും ജനവാസ മേഖലകളിലേക്ക്. പഞ്ചാബിൽ ഫിറോസ്പൂരിൽ 3 സാധാരണക്കാർക്ക്, ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരുക്കേറ്റു എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. നിർണായകമാകാവുന്ന ഒരു വാർത്താ സമ്മേളനം ഇന്ത്യൻ ആർമി വിളിച്ചിട്ടുണ്ട്. രാവിലെ 5:45 ആ വാർത്താ സമ്മേളനം നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ 10 മണിയോടുകൂടി ആ വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിനീഷ, തീർച്ചയായും രാജ്യത്തിൻ്റെ അതിർത്തി മേഖലകളിൽ കൂടുതൽ അശാന്തയിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ക്രമാതീതമായിട്ടുള്ള ഒരു എണ്ണം ഡ്രോണുകളടക്കം ഇന്ത്യയുടെ വിവിധ മേഖലകളിലേക്ക് എത്തിയത്. ആദ്യം ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിലേക്കായിരുന്നു, പ്രത്യേകിച്ചും അഖ്നൂർ, അതോടൊപ്പം ജമ്മു മേഖലകൾ കേന്ദ്രീകരിച്ച്, ശ്രീനഗർ കേന്ദ്രീകരിച്ചായിരുന്നു ഡ്രോണുകൾ എത്തിയിരുന്നത്. പിന്നീട് എല്ലാ പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാ മേഖലകളിലേക്കും ശക്തമായിട്ടുള്ളൊരു ഡ്രോൺ വിന്യാസം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ളെ ഇന്ത്യ നശിപ്പിച്ചു കളഞ്ഞു അല്ലെങ്കിൽ നിർവീര്യമാക്കി എന്നുള്ള റിപ്പോർട്ട് നേരത്തെ നാവികസേനയുടെയും അതോടൊപ്പം കരസേനാ മേധാവികളും വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇന്നലെ രാത്രി വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ജമ്മു കാശ്മീരിലടക്കം 15ഓളം ഇടങ്ങളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പഞ്ചാബിൽ 20ഓളം മേഖലകളിൽ ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം ഹിമാചൽ പ്രദേശിൻ്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള 10 ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ രാജ്യവ്യാപകമായി തന്നെ അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ളൊരു ഡ്രോൺ ആക്രമണം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഗുജറാത്തിലും അതോടൊപ്പം അമൃത്സറിലും സമാനമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഡ്രോണുകളെയൊക്കെ തന്നെ നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. അതേസമയം ബൈസൽപൂരിലടക്കം, പഞ്ചാബിലെ ബൈസൽപൂരിലടക്കമുള്ള മേഖലകളിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു ആശങ്കാജനകമായി നിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ എയർബേസുകൾ, അതായത് 4 എയർബേസുകളിൽ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായും നിരവധി മേഖലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന, അതായത് നൂർഖാൻ, റാഫിക്കി, മുറീദ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലും അതോടൊപ്പം ലാഹോർ, പെഷാവർ, കറാച്ചി, റാവൽപിണ്ടി അടിച്ചിട്ടുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിൽ കൂടെ തന്നെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ കൂടുതൽ അക്രമാസക്തമായിട്ടുള്ള ഒരു സമീപനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. പഞ്ചാബിൻ്റെ വിവിധ മേഖലകളിൽ മിസൈലുകൾ പോകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇന്നലെ രാത്രി ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചും അതോടൊപ്പം മറ്റു അതിർത്തി സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും പാകിസ്ഥാൻ നടത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താനാകുന്നത്. അതേസമയം ആക്രമണം നടന്ന ഉടൻ തന്നെ നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ജില്ലയിൽ ചേരുകയും അതിന് പിന്നാലെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ സേനാ വിഭാഗങ്ങൾക്ക് അതാത് മേധാവികൾ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അതിനുശേഷം, അതായത് ഈ നിർണായകമായിട്ടുള്ള യോഗത്തിന് ശേഷം ഇന്ത്യ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും പാകിസ്ഥാൻ്റെ 4ഓളം വരുന്ന എയർ സ്പേസുകളും അതോടൊപ്പം മറ്റു കറാച്ചി അടക്കമുള്ള സുപ്രധാനമായിട്ടുള്ള പാകിസ്ഥാൻ്റെ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത്. എന്തായാലും 10 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനമുണ്ട്. സൈനിക വിഭാഗങ്ങളും അതോടൊപ്പം
ഈ നേതാക്കളൊക്കെ തന്നെയും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അതോടൊപ്പം സേനാ വിഭാഗങ്ങളും ചേർന്നുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇന്ന് 5:45 കൂടി അടിയന്തര ഘട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നു എന്നുള്ള കാര്യം മന്ത്രാലയം അറിയിച്ചിരുന്നു. പിന്നീട് അത് 10 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. തീർച്ചയായും വിവിധ മേഖലകളിൽ ഇപ്പോഴും വെടിവെപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ആരായേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൻ്റെ സമയത്തിലൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പരിക്ക് പറ്റിയ അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടായിട്ടുള്ള ഒരു മേഖലകൾ പരിശോധിക്കുകയാണ്. ജമ്മു കാശ്മീരിൻ്റെ ഏറെക്കുറെ എല്ലാ മേഖലകളിലും അപകടമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഒരേ സമയം വിലയിരുത്താവുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ തന്നെ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ്റെ പ്രകോപനമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ശ്രീനഗർ കേന്ദ്രീകരിച്ചും ജമ്മു കാശ്മീരിൻ്റെ നഗരപ്രദേശങ്ങൾ, അതായത് ജമ്മുവിലെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും കൃത്യമായിട്ടുള്ള ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ശ്രീനഗറിൻ്റെ വിമാനത്താവളത്തിന് സമീപം സ്ഫോടനമുണ്ടായിട്ടുണ്ട്. അന്തിപ്പോറയിലും സ്ഫോടനമുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ബാരാമുള്ളയിൽ സ്ഫോടനമുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ സ്ഫോടനമുണ്ടാവുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും അതോടൊപ്പം ഈ മേഖലകളിൽ പാർക്ക് ചെയ്തിരുന്ന ചില വാഹനങ്ങൾ, നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ അവിടെ നിന്നുള്ള ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം മറ്റു പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലെ 15ഓളം ഇടങ്ങളിൽ ഡ്രോൺ വിക്ഷേപണം ഉണ്ടായിട്ടുണ്ട്. അത് നിർവീര്യമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുട്ടിനെ മറയാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോഴും വിവിധ മേഖലകളിൽ, അതിർത്തി മേഖലകളിൽ ഇപ്പോഴും വെടിവെപ്പ് തുടരുകയാണ്. അഗ്നൂർ, ഉറി, പൂഞ്ച് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങളും അതോടൊപ്പം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ളവരുമായി ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഈ പുലർച്ചെ, അതായത് ഈ പ്രഭാതമായതിന് പിന്നാലെയും ഇപ്പോൾ അമൃത്സറിലും ശ്രീനഗറിലും അടക്കം സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളാണ്.